ദാ ഒരു ഉച്ചയോടുകൂടി നമ്മൾ പോയി വോട്ടൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ക്ഷീണം തീർക്കാനായിട്ട് ആ സമയത്ത് തന്നെ നേരെ നമ്മൾ ചാലക്കുടി മോഡി ബേക്കറിക്ക് വന്ന് 2 കാപ്പി കുടിച്ചു കേട്ടോ. ചേട്ടൻ ഭയങ്കര ബിസിയാണ്. എന്നാണോ ചേട്ടൻ വർക്കിന് പോവാത്തെ അന്ന് ഫുൾ കോളായിരിക്കും, ഇന്ന് ഓപ്പൺ അല്ലേ ഇന്ന് ഓപ്പൺ അല്ലേ ഇന്ന് ഓപ്പൺ അല്ലേ എന്ന് വെച്ചിട്ട്. അപ്പോൾ എന്തായാലും ആൾ ബിസിയാണ്. കോഫിയൊക്കെ കുടിച്ച് ക്ഷീണമൊക്കെ തീർത്ത് നേരെ വീട്ടിലേക്ക് വന്നപ്പോഴാണ് ക്ഷീണം മാറിയിട്ടില്ല എന്നുള്ളത് മനസ്സിലായത്. പനിയാണ്. പനി നൈതുകൂട്ടിന് മാത്രം വന്നില്ല കേട്ടോ. ഭാഗ്യത്തിന് പനിയൊക്കെ ഒരു ദിവസമേ നമുക്ക് പനിക്കുന്നുള്ളൂ, പക്ഷേ വേദനയൊക്കെ ഉണ്ട്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഒരു പനി, ഇപ്പോഴത്തെ പനി വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഉറക്കം വരൽ, വയ്യായ, ക്ഷീണം, ഇതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ പെട്ടെന്നൊരു മോരുകൂട്ടാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. സാമ്പാർ, മോരുകൂട്ടാൻ, ഇതിലൊക്കെ ഞാൻ പുലിയാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കൂട്ടാൻ ഇതായതുകൊണ്ടാണ് ഉണ്ടാക്കിയത്, അല്ലാണ്ട് പുലി മെലിയായിട്ടൊന്നുമല്ല. പക്ഷെ ഞാൻ കൊടുക്കുന്ന ഈ വോയിസ് ഓവർ മനസ്സിലാവുണ്ടോ എന്ന് എനിക്കറിയില്ല. നൈതികൂട്ടൻ എന്തൊക്കെയോ പറയുന്നുണ്ട് ഇവിടെ കിടന്നിട്ട്. ഇനി അവൻ വലുതായിട്ട് ഈ വീഡിയോ കാണിച്ചു കൊടുത്തിട്ട് വേണം അവനോട് ചോദിക്കാൻ എന്താണ് ഉദ്ദേശിച്ചേ സഹോ എന്നുള്ളത്. അപ്പോൾ എന്തായാലും മോരുകൂട്ടാൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി കടു വറുത്തിടുന്ന പരിപാടി മാത്രമേ ഉള്ളൂ കേട്ടോ. ജസ്റ്റ് ഒരു തേങ്ങ, അതുപോലെ തന്നെ നമ്മൾ നല്ല പുളിയുള്ള മോര്, ഇവിടെ പുളി വേണം അതുകൊണ്ടാണ്. അത് പുളി വേണ്ടാത്തവർക്ക് അതിനനുസരിച്ചുള്ള മോര് എടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക, അതിലേക്ക് ചേർക്കുക, ഇച്ചിരി ജീരകവും ചേർത്തിട്ട് അപ്പോൾ അരപ്പ് റെഡിയായി. പിന്നെ നമ്മൾ കടു വറുത്തിടുന്ന രീതിയിൽ ചിലവർ ഉള്ളിയൊക്കെ കാച്ചു കൂട്ടും. അപ്പുറത്തെ വീട്ടിലതേ പട്ടിക്കുട്ടികൾ കണ്ടോ, കുഞ്ഞ് 4 പട്ടിക്കുട്ടികൾ എവിടെന്നോ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കടു വറുത്തിടാൻ പോവാണ്. കടു വറുത്തിടാൻ നമ്മളിപ്പോൾ സാധാരണ ഇതിൽ ചേർക്കാറ്, ഞാനിപ്പോൾ കുറച്ചൊരു കുരുമുളകും കൂടി ചേർക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ സാധാരണ കടുകും ഉലുവയും കറിവേപ്പിലയും വറ്റൽമുളകും, കറിവേപ്പില ശരിക്കും നമ്മൾ കടു വറുത്തിടുമ്പോഴേ അത് വാടരുതെന്നാണ് പറയാം, അതിൻ്റെ ആ പച്ച കളർ പോകരുതെന്നാണ് പറയാം കേട്ടോ. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് നമ്മളൊരു കടു വറുത്തിട്ട്, അതുപോലെ തന്നെ നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഉണക്കമീൻ എന്നുള്ളത്. പരിപ്പിൻ്റെ കൂടെ ഉണക്കമീൻ, മോര് കൂട്ടാൻ്റെ കൂടെ ഉണക്കമീൻ, അതൊക്കെ ഫേവറേറ്റ് ആണ്. പിന്നെ എൻ്റെ ഒരു ഫേവറേറ്റ് ആണ് ക്യാപ്സിക്കം കേട്ടോ. സ്കൂളിൽ പണ്ട് കൊണ്ടുപോകുമ്പോൾ ഞാൻ പിള്ളേരോട് ഇങ്ങനെ തള്ളാറുണ്ട്, ഇത് മുളകാണ്, ഞാനിത് മുളക് കഴിച്ച് ശീലിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. എന്താ ഐക്കനീനെ ചോദിക്കാൻ വന്നതാണോ? അതാരടാ പാത്രമൊക്കെ തട്ടിട്ടേക്കണ അവിടെ? മാമ കഴിക്കാറായ കുട്ടിക്ക്? മാമ കഴിക്കുന്ന തരാട്ടാ. നൈതികൂട്ടിന് വിശന്നപ്പോൾ അമ്മ ചോറായില്ലേ, കുറേ നേരമായല്ലോ അടുക്കളയിൽ പരിപാടി എന്ന് ചോദിക്കാൻ വേണ്ടി വന്നാൽ പെട്ടെന്ന് ഒരു അച്ചാർ ഉണ്ടാക്കാണ്ട് അതും കൂടി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഉച്ചകളുടെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും കൂടി ഇരുന്ന് അങ്ങോട്ട് കഴിച്ചു കേട്ടോ. നൈതികൂട്ടിന് എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുമ്പോൾ എന്നേക്കാൾ കൂടുതലായിട്ട് അവന് അച്ഛൻ്റെ ഫുഡ് വാങ്ങണം, മുത്തച്ഛൻ്റെ ഫുഡ് വാങ്ങണം, അങ്ങനെ കഴിക്കാനാണ് അവന് ഏറ്റവും കൂടുതൽ താല്പര്യം കേട്ടോ. അവൻ ഓടി നടന്ന് അവന് ആവശ്യമുള്ളപ്പോൾ വന്ന് അവൻ ഫുഡ് കഴിക്കും. അങ്ങനെയാണ്. നമ്മൾ ഇരുന്നിങ്ങനെ കൊടുക്കാൻ നിന്നാൽ അത് നടക്കില്ല. പിന്നെ ഫോൺ നൈതികൂടനെ കാണിക്കാറേ ഇല്ല. ഫോൺ കാണിച്ച് ഫുഡ് കൊടുക്കുന്ന പരിപാടി ഇവിടെ ഇല്ല. അത് ഞാൻ മുൻപേ വിചാരിച്ചിട്ടുണ്ടായി അങ്ങനെ കൊടുക്കില്ല എന്ന്. അതന്നെ ഇപ്പം നടന്നുകൊണ്ടിരിക്കേണ്ട എന്തായാലും. പക്ഷെ ഞാൻ ഫുഡ് കഴിക്കുമ്പോൾ ഞാൻ ഫോൺ കാണാറുണ്ട് കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ബൈ.